ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1728. ഇന്ന് സെപ്റ്റംബർ മാസം 23-ാം തീയതി, 267-ാമത്തെ ദിവസത്തിലെത്തി. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ട കഥ ക്രിസ്തുയേശു മനോഹരമായി പറയുന്നത് വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തില് പല ആവർത്തി നമ്മൾ അത് വായിച്ചിട്ടുമുണ്ട്. മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ കുറിച്ച് പറയുന്ന പരാമർശം ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞതാണ്. നമ്മൾ എവിടെയാണ്? നമ്മൾ ആരുടെ ഒപ്പമാണ്? നമ്മളെ ആരൊക്കെയാണ് ശരിക്കും പ്രചോദിപ്പിക്കുന്നത്? നമ്മളെ ആരൊക്കെയാണ് പ്രലോഭിപ്പിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ധാരണ വ്യക്തമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അത്യാഗ്രഹങ്ങളുടെയും വ്യാമോഹങ്ങളുടെയും വഴിക്ക് നമ്മൾ തിരിഞ്ഞു തുടങ്ങിയാൽ, അതെ, ആസക്തികൾക്ക് നമ്മൾ മറുപടി പറഞ്ഞു തുടങ്ങിയാൽ, അനുകൂലമായി പ്രതികരിച്ചു തുടങ്ങിയാൽ, പിന്നീട് നമ്മളില് സാമാന്യ ബോധമോ അതിൽ നിന്നുള്ള പ്രവർത്തനങ്ങളോ ഒരു ബുദ്ധിപരമായ സമീപനമോ ഉണ്ടാവത്തില്ല. കഴിവും സാമർഥ്യവും അവിവേകത്തിന്റെ മുമ്പില് ഒടുവിൽ അടിയറവ് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ കുറിച്ച് കാര്യമായിട്ടൊന്ന് ധ്യാനിക്കണം. മുൾച്ചെടികൾ വളർന്ന് അവയെ ഒടുവില് ഞെരിച്ചു കളയും. പ്രലോഭനമാണോ പ്രചോദനമാണോ എല്ലാവരുടെയും സഞ്ചാരദിശ തീരുമാനിക്കുന്നത്? ഒന്ന് ഉറപ്പുവരുത്തണ്ടേ? ഇൻസ്പിറേഷനും ഉണ്ട്, ടെംപ്റ്റേഷനും ഉണ്ട്. ഇതിലേതാണ് എന്നെ നയിക്കുന്നത്? എന്റെ ജീവിത ദിശ തീരുമാനിക്കുന്നത് ഇതിലേതാണ്? പ്രചോദനങ്ങൾ അത് നല്ലതായ നല്ല ലക്ഷ്യം സമ്മാനിക്കും, ഉറപ്പാണ്. എന്നാൽ പ്രലോഭനങ്ങളോ നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ വഴിമാറ്റി എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അനാവശ്യവും അപ്രധാനവുമായവയിലേക്ക് നമ്മളെ പ്രലോഭനങ്ങൾ വഴി നടത്തും. പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പ്രധാനപ്പെട്ടത് ഏതാണ്, അപ്രധാനപ്പെട്ടത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മളിലെ ദുരാഗ്രഹങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും. ഒടുവില് വന്നു ഭവിക്കുന്നതിനെ അംഗീകരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലാത്ത ഒരു ജീവിതാവസ്ഥയും വന്നു ചേരും. അതുകൊണ്ട് തന്നെ പ്രചോദനങ്ങളെ ഒന്നുകൂടി ശ്രദ്ധിക്കാനും പ്രലോഭനങ്ങളെ മറികടക്കാനും നമുക്ക് ശക്തി ഉണ്ടാവട്ടെ. മുൾച്ചെടികൾക്കിടയിലെ വാസം എന്നെ നന്നാക്കുകയല്ല, തീർത്തും നശിപ്പിക്കുകയാണ് എന്ന് തിരിച്ചറിവും ഉണ്ടാവട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.